പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കുറച്ചു കാലമായിട്ട് വീഡിയോ ചെയ്യാറില്ല. പകരം വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയായിരുന്നു. ഒരു കോമൺ പ്രാർത്ഥന, പിന്നീട് വചനവും പറഞ്ഞ അങ്ങനെ 2 മെസ്സേജുകൾ നമ്മൾ അയച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത് വീഡിയോ ചെയ്യാൻ ഒരു പ്രേരണാത്മാവിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ബൈബിൾ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുകയും ഏറ്റവും ഭാഷകളിൽ പരിഭാഷ ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ജനം വായിക്കുകയും ചെയ്യുന്നതുമായ വിശുദ്ധ ഗ്രന്ഥമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും ബൈബിളാണ്. സത്യസുവിശേഷം അപ്പോസ്തലന്മാരുടെ കാലത്തിന് ശേഷം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി മറയ്ക്കപ്പെട്ടു. പിന്നെ അപ്പോസ്തലന്മാർക്ക് ശേഷം അപ്പോസ്തലന്മാർ തന്നെ പറയുന്നു, ഞങ്ങൾ പോയതിന് ശേഷം കൊടിയ ചെന്നായക്കൾ കടന്നു വരും, കള്ള സഹോദരന്മാർ എഴുന്നേൽക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ അവർ പുറപ്പെട്ടു വരും, അനേകരെയും തെറ്റിച്ച് കളയും. യേശുവും പറഞ്ഞു, അന്ത്യകാലത്ത് അനേകരെൻ്റെ പേരും എടുത്തുകൊണ്ടുവരും, തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ പോലും തെറ്റിച്ച് കളയും. അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ, വ്യത്യസ്ത ആശയങ്ങളിൽ, അഭിപ്രായങ്ങളിൽ, വ്യത്യസ്ത രീതികളിൽ ബൈബിളിനെ വ്യാഖ്യാനിച്ച്, പ്രിയപ്പെട്ടവരെ, ഇന്ന് സത്യസുവിശേഷം ലോകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആളുകൾ. പിന്നെ ഇവിടെ കാണുന്നതൊന്നും ബൈബിളുമായിട്ടൊരു ബന്ധവുമില്ല. നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ബൈബിൾ എന്തു പറയുന്നു. നമുക്കറിയാം, പഴയ നിയമ ഗ്രന്ഥങ്ങളിലൊന്നും പ്രവചനങ്ങളിലൊന്നും സഭയില്ല. രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്, പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 സുവിശേഷങ്ങളിലും സഭയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് സുവിശേഷത്തിലുണ്ട്. എന്നാൽ ദൈവസഭ ഇല്ല. കാരണം അപ്പോൾ ദൈവസഭ ഉണ്ടാകാൻ പാടില്ല. പാപത്തിന് പരിഹാരം വരുത്തിയതിന് ശേഷമേ, യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് ദൈവസഭ വന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആകമാനം ബൈബിൾ നമ്മൾക്കെല്ലാവർക്കും വേണ്ടി എഴുതിയതല്ല. അതാദ്യമേ മനസ്സിലാക്കണം. ബൈബിളിലെ ഭൂരിഭാഗം പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഇസ്രായേലും യഹൂദന്മാരെയും കേന്ദ്രീകരിച്ചാണ്. ജാതികൾക്കായിട്ട് വളരെ ചുരുക്കമാണതിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ അപ്പോസ്തലപ്രവൃത്തിയുടെ ഒരു പകുതി മുതൽ ദൈവസഭയെ നമുക്ക് കാണാൻ കഴിയും. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല, അവനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികളുടെ അടുക്കിലേക്ക് വന്നു, ജാതികൾക്ക് രക്ഷയായി തീർന്നു. യഹൂദനൊഴികെ
ലോകത്തെ സകല മനുഷ്യരെയും ബൈബിൾ ഭാഷയിൽ ജാതികളാണ്, യഹൂദനൊഴികെ. അപ്പം ജാതികളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളവർക്ക്, ജാതികളിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ചിട്ടുള്ളവർക്ക്, യേശുവിനെ അനുഗമിക്കുന്നവർക്ക് എന്താണോ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, എന്താണോ യേശു കൽപ്പിച്ചത്, അപ്പോസ്തലന്മാർ ഉപദേശിച്ചത്, അവർ ലേഖനങ്ങളിൽ ഉറപ്പിച്ചത്, ഇതാണ് ദൈവസഭ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊന്നും ദൈവസഭയ്ക്കുള്ളതല്ല, ജനത്തിന് ഒരു പ്രയോജനവുമില്ല. ബാക്കി ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾക്കൊന്നും യേശു ഉത്തരവാദിയല്ല. അതിനൊന്നും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾക്കെന്താണ് തന്നിട്ടുള്ളത്, നമ്മൾ എന്താണ് പാലിക്കേണ്ടത്? ഈ മിനിമം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വളരെ ശാന്തമായി ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നല്ല സഹായം നമ്മൾക്ക് ആവശ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ നിഴലായിരിക്കണം, പുതിയ നിയമത്തിൽ പൊരുളായിരിക്കണം. ആദിമസഭയായ അപ്പോസ്തലന്മാർ ചെയ്തിരിക്കണം, അത് ലേഖനങ്ങളിൽ ഉറപ്പിച്ചിരിക്കണം. അങ്ങനെ ലേഖനങ്ങളിൽ ഉറപ്പിച്ചതാണ് പുതിയ നിയമ ദൈവസഭയുടെ ഭരണഘടന. ഇതിനാധാരമായി നമ്മൾ ചില വചനങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ കർത്താവായ യേശു പറയുകയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറയുവാൻ ഉണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും വഴി നടത്തും. 33.5 വർഷം യേശുവിൻ്റെ ജീവിത കാലയളവ് ഈ ഭൂമിയിൽ. അതിൽ 30-ാമത്തെ വയസ്സിൽ യേശു ശുശ്രൂഷ ആരംഭിക്കുന്നു. തുടർന്ന് 3.5 വർഷം യേശു അപ്പോസ്തലന്മാർ തന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട, യേശു വിളിച്ചു വേർതിരിച്ച തൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ നടന്ന് പഠിപ്പിച്ചു. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ വളരെ ആഴമേറിയതും വളരെ പ്രധാനപ്പെട്ടതും തൻ്റെ ശരീരമായ സഭയുടെ ഭരണ സംവിധാനങ്ങൾ, തൻ്റെ ശരീരമായ ആലയത്തിൻ്റെ കാര്യാദികൾ, ആരാധനാക്രമങ്ങൾ, ആരാധന വിഷയങ്ങൾ, ആരാധനക്കാർക്ക് വേണ്ട യോഗ്യത, എന്താണ് ആരാധന എന്നീ കാര്യാദികളെല്ലാം യേശുവിന് ഇവരോട് പറയാനുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഇത് പറഞ്ഞാൽ ഇവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല എന്നാണ് നമ്മളിവിടെ വായിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 16:12. ഇവർക്ക് ഗ്രഹിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം എന്താണ്? പിന്നീട് യേശുവിനെ പറയാനുണ്ടായിരുന്ന അതീവ രഹസ്യമായ കാര്യം, അതീവ ആഴമേറിയ കാര്യം, ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും യേശു ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് അപ്പോസ്തലന്മാർ അനുഷ്ഠിച്ചിട്ടുണ്ടോ? അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇതല്ലേ നമ്മൾ ആരാഞ്ഞറിയേണ്ടത്? ഇതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്? അപ്പോൾ യേശുവിനെ വളരെ കാര്യം ഇവരോട് പറയാനുണ്ടായിരുന്നു. പക്ഷേ അത് ഗ്രഹിക്കാൻ ഇവർക്ക് കഴിയില്ല.
അത് ഗ്രഹിക്കണമെങ്കിൽ പാപത്തിന് യാഗം നടക്കണം, പരിഹാരയാഗം നടക്കണം. യേശു കർത്താവ് പാപത്തിന് ക്രൂശിൽ പരിഹാരം വരുത്തി താൻ ഉയർത്തെഴുന്നേറ്റു. തുടർന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തിയിൽ കാണുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1:1-2 നമ്മൾ വായിക്കുമ്പോൾ, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ 3.5 വർഷം യേശു നടന്ന് കാണിച്ച് പഠിപ്പിച്ചതിനേക്കാൾ ആഴമേറിയ കാര്യമായിരുന്നു യേശുവിന് ഇവരോട് പറയാനുണ്ടായിരുന്നത്. അത് പാപത്തിന് പരിഹാരം വരുത്തി കഷ്ടാനുഭവത്തിന് ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാൾ ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അനേക ദൃഷ്ടാന്തങ്ങളാൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്നും തെളിയിച്ച് ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇനി ഇച്ചിരി കൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ, സ്നാപക യോഹന്നാൻ പ്രസംഗം ആരംഭിച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. യേശു പ്രസംഗം ആരംഭിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോസ്തലന്മാരെ പറഞ്ഞയച്ചതും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കാനാണ്. പക്ഷെ എന്താണ് ഈ ദൈവരാജ്യം? ആ രാജ്യത്തിൻ്റെ ഭരണഘടന എന്താണ്? ആ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾ എന്താണ്? ആ രാജ്യത്തിന് വേണ്ട, ആ രാജ്യത്തിൽ വസിക്കേണ്ടവർക്ക് വേണ്ട യോഗ്യത എന്താണ്? ഇതായിരുന്നു തുടർന്ന് 40 നാൾ യേശു പഠിപ്പിച്ചത്. 3.5 വർഷം കൊണ്ട് യേശു ഇവർക്ക് പഠിപ്പിച്ചതിനേക്കാൾ ആഴമേറിയ കാര്യങ്ങളാണ് തുടർന്ന് 40 നാൾ കൊണ്ട് യേശു പഠിപ്പിച്ചത്. അതാണ് തുടർന്ന് ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. അതേ പുതിയ നിയമസഭ എടുക്കേണ്ട ആവശ്യമുള്ളൂ പ്രിയ സഹോദരങ്ങളെ. ബാക്കിയെല്ലാം കൊടും വഞ്ചനയാണ്, സാത്താൻ്റെ ചതിയാണ്. ഈ 40 നാൾ യേശു ഇവരെ പഠിപ്പിച്ചത് തൻ്റെ ശരീരമായ സഭയെക്കുറിച്ചായിരുന്നു. ഈ സഭയുടെ നടത്തിപ്പിനെക്കുറിച്ചായിരുന്നു. ആ നടത്തിപ്പിനെക്കുറിച്ച് തുടർന്ന് ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തുടർന്ന് ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ഈ 40 നാൾ എന്താണോ ഇവരെ പഠിപ്പിച്ചത്, അതാണ് തുടർന്ന് ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇനി യേശു ഈ 40 നാൾ അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, അവിടെ ഒരാൾ കുറവായിരുന്നു. താൻ തിരഞ്ഞെടുക്കപ്പെട്ട 12-ൽ ഒരുവൻ, വെട്ടുകാരനായ യൂദാസ് കെട്ടി തൂങ്ങി ചത്തു. അവിടേക്ക് 12-മനായി യേശു തിരഞ്ഞെടുത്തവൻ പുറത്തു നിൽക്കുകയാണ്. ഈ 40 നാൾ ഇവരെ പഠിപ്പിച്ചതിനേക്കാൾ ആഴമേറിയ കാര്യം ഇവരിൽ നിന്നും മറച്ചു വെച്ചിട്ട് അതിലും ആഴമേറിയ മർമ്മങ്ങൾ തൻ്റെ ശരീരമായ സഭയെക്കുറിച്ച് യേശു പഠിപ്പിക്കാൻ ഒരാളെ തിരഞ്ഞെടുത്ത് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് പൗലോസ്. ഇവരെ 40 നാൾ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ പൗലോസിനെ 3 ദിവസം കൊണ്ട് യേശു പഠിപ്പിച്ചു. തൻ്റെ ശരീരമായ സഭ പുറത്തെടുക്കേണ്ടതിന് യോന 3 ദിവസം തിമിംഗലത്തിനകത്തായിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കടിയിൽ ആയിരിക്കണം എന്ന് യേശു പറഞ്ഞു. സഭയുടെ നിഴലായ ഹവ്വായെ പുറത്തെടുക്കാൻ ആദാമിനെ ഉറക്കിക്കിടത്തി വാരിയെല്ലെടുത്തു. സഭയുടെ നിഴൽ സൃഷ്ടിക്കപ്പെട്ടു. സഭയുടെ പൊരുള് യേശു 3 ദിവസം ഭൂമിക്കടിയിലായിരുന്നു.
യേശുവിൻ്റെ മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷമാണല്ലോ സഭ വരുന്നത്. യേശുവിൽ നിന്ന് സഭ പുറത്തെടുത്തു. ഇനി സഭയുടെ ആഴമേറിയ മർമ്മം പഠിപ്പിക്കാൻ തൻ്റെ ഭക്തനായ സെബസ്ത്യാനോസിൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് പൗലോസിനെ പുറത്തെടുക്കുന്നത്. തൻ്റെ ഭക്തനായ, തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ സെബസ്ത്യാനോസിനെ യാഗം കഴിച്ചിട്ടാണ് പൗലോസിനെ പുറത്തെടുക്കുന്നത്, ശൗലിൽ നിന്ന് പൗലോസാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ആ പൗലോസിനെ 3 ദിവസം മനുഷ്യപുത്രൻ ഭൂമിക്കടിയിലായിരുന്നത് പോലെ 3 ദിവസം ഈ ലോകം കാണുന്ന അവൻ്റെ കണ്ണിനെ അടച്ചു, അന്ധകാരത്തിലാക്കി. ഈ ലോകത്തിൽ നിന്നുള്ള എല്ലാ പഠനങ്ങളും എല്ലാ അറിവുകളെയും ഒന്നും ഇല്ലാതെയാക്കി. എന്നിട്ട് സ്വർഗത്തോളം എടുക്കപ്പെട്ടു ദൈവസന്നിധിയിൽ സൂക്ഷിക്കപ്പെട്ട, ആർക്കും മായം ചേർക്കാൻ കഴിയാത്ത യഹോവയുടെ പുസ്തകം കാണിച്ചു കൊടുത്തു. തൻ്റെ ശരീരമായ സഭയുടെ മർമ്മങ്ങൾ എഴുതാൻ പൗലോസിനെ നിയോഗിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മൾ അറിയാതെ പോകരുത്. ഇതറിയാതെ പോയാൽ തെറ്റിപ്പോകും. അനേക ആളുകളും അന്ധതയ്ക്കടിമയായിട്ട് തിരുവെഴുത്ത് മുഴുവൻ ദൈവനിശ്വാസമാണ് എന്ന് പറയുന്നു. തിരുവെഴുത്ത് മുഴുവൻ ദൈവനിശ്വാസമാണ്. പക്ഷേ ഇത് ആർക്കെഴുതി, എന്തിനെഴുതി, ഏത് കാലഘട്ടത്തിൽ, ആർക്ക് വേണ്ടി, അതൊന്നും ചിന്തിക്കണില്ല. എല്ലാം എടുത്തങ്ങ് ഇത് ദൈവനിശ്വാസമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങൾ എടുത്ത് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ പിന്നെ യേശു ക്രൂസിൽ മരിച്ചതെല്ലാം വെറുതെയാവും. എത്ര ശുദ്ധ അബദ്ധമാണ്! സാത്താൻ എത്ര തന്ത്രത്തിലാണ് ഇത്തരം ആളുകളെ വശീകരിച്ചത്. ഇത് നമ്മൾ അറിയാതെ പോകരുതേ. അപ്പോസ്തലപ്രവൃത്തി 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. അവിടെ യേശുവിൻ്റെ സാക്ഷികളാകണം. യേശു ആരാണെന്ന് കൃത്യമായി പഠിപ്പിക്കണം. ഇതാ ലൂക്കോസിൻ്റെ സുവിശേഷം 24:47 അവൻ്റെ നാമം മൂലം മാനസാന്തരവും പാപമോചനവും ലോകത്തിൻ്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടണം. യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് പ്രസംഗിക്കപ്പെടണം. അതാ അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നത്. പരിശുദ്ധാത്മാവ് മേലെ വന്ന് ശക്തി പ്രാപിച്ചാൽ പ്രസംഗിക്കപ്പെടേണ്ടത് യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ്. ഇതാണ് 40 നാൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. തൻ്റെ യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, യേശുവിൻ്റെ ജീവനെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച്, ആരാധനയെക്കുറിച്ച്, അതിൻ്റെയും കാതലേറിയ കാര്യം പഠിപ്പിച്ചത് പൗലോസിനെയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. അതിൻ്റെ ഒപ്പം പൗലോസിനെ യേശു സന്ദർശിച്ചതിന് ശേഷം, യേശു പൗലോസിനെ തൻ്റെ ശിഷ്യനാക്കി മാറ്റിയതിന് ശേഷം 3 ആണ്ട് കഴിഞ്ഞിട്ടാണ് നെടുന്തൂണുകളായ കേഫയും യോഹന്നാനെയും ആര് കാണുന്നത്? പൗലോസ് കാണുന്നത്. ഒപ്പം യാക്കോബും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പൗലോസ് തൻ്റെ യാത്രയിൽ യേശു തന്നെ സന്ദർശിച്ചതും തന്നെ ഉപയോഗിച്ചതും എല്ലാം കാര്യകാരണങ്ങളായി പത്രോസിൻ്റെയും പ്രധാന മൂപ്പന്മാരുടെയും മുമ്പിൽ നിരത്തുകയാണ്. അവർ ചോദിച്ചിട്ടല്ല, പക്ഷെ പൗലോസ് എല്ലാം പറയുകയാണ്. അതേ പൗലോസ് പിന്നീട് പത്രോസ് ഒരു തെറ്റ് ചെയ്തപ്പോൾ ശാസിക്കുന്നതും നമ്മൾക്ക് കാണാം. പൗലോസ് ശാസിച്ചപ്പോൾ പത്രോസ് ഞാനാണ് മാർപ്പാപ്പ, ഞാനാണ് സെൻട്രൽ പാസ്റ്റർ, ഇതൊന്നും പറഞ്ഞില്ല. ശാന്തമായി കേട്ടു, അനുസരിച്ചു. അവിടെ ഒരു മർമ്മമുണ്ട് പ്രിയപ്പെട്ടവരെ. പത്രോസിൻ്റെ കയ്യിൽ യേശു താക്കോല് കൊടുത്തു. നീ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു. താക്കോലേ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തുള്ളൂ. ലോക്കർ കൊടുത്തത് പൗലോസിൻ്റെ കയ്യിലാണ്.
ദൈവസഭയുടെ മർമ്മങ്ങൾ പൂട്ടിവെച്ച ലോക്കർ കൊടുത്തത് പൗലോസിൻ്റെ കയ്യിലും താക്കോല് പത്രോസിൻ്റെ കയ്യിലും. അവരുടെ ഐക്യതയുടെ നടുവിൽ നിന്നാണ് ദൈവസഭയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്, ദൈവസഭയുടെ നിയമങ്ങൾ വരുന്നത്. ലേഖനങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പരിശോധിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വ്യക്തമാകും. വചനം ഇങ്ങനെ ആഴത്തിൽ പഠിച്ച് ധ്യാനിച്ചു പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആവർത്തിച്ച് വചനം വായിക്കണമേ. ഒരു വചനം തന്നെ ആവർത്തിച്ച് വായിച്ച് പ്രാർത്ഥിക്കുന്നതിനെയാണ് ധ്യാനമെന്ന് പറയുന്നത്. മറ്റൊരാൾക്കും വേറൊരാളെ ധ്യാനിപ്പിക്കാൻ കഴിയില്ല. ഈ സത്യം അറിഞ്ഞിരിക്കണം. തുടർന്ന് ഈ 40 നാൾ പഠിപ്പിച്ചതും 3 ദിവസം പൗലോസിനെ സെപ്പറേറ്റ് പഠിപ്പിച്ചതും എന്താണെന്ന് നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് ചിന്തിക്കും. ഇത് മുഖവരയായി ഞാൻ പറഞ്ഞു പോയതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. ദൈവം ധാരാളമായി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ, മെസ്സേജ് ഇത് കേൾക്കുന്ന മക്കളെയും ഞങ്ങളെയും സ്വത്രത്തോടെ അങ്ങയുടെ കരങ്ങളിൽ തരികയാണ്. സത്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന് അവരുടെ കാതുകളിലും കണ്ണുകളിലും ഇതെത്തട്ടെ. കർത്താവായ യേശു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചതിന് നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.